ഒരു നിമിഷമാണ് ഞാൻ ശരിക്കും ഒരു എഴുത്തുകാരിയായത്. ഒരുപക്ഷെ അവർക്ക് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിടുമായിരിക്കും. പക്ഷെ നീ ഒരു കഥ എഴുതിയിട്ട് വാ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. ഈ ആരാച്ചാർ എഴുത്ത് വളരെ ക്ലേശകരമായിരുന്നു, സൈക്കോളജിക്കലി ഇമോഷണലി ഒക്കെ ഭയങ്കര വെല്ലുവിളിയായിട്ടുണ്ടെന്ന് പിന്നീട് മീര എഴുതിയിരുന്നു. ഈ ഭൂമിക പഠിക്കാൻ വേണ്ടി ഫിനാൻഷ്യൽ വെല്ലുവിളി, രണ്ടാമത് സോഷ്യൽ വെല്ലുവിളി. കാരണം ഇത് പോകണ്ടേ, വീട്ടിൽ നിന്ന് എല്ലാം അടച്ചുപൂട്ടി പോവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. മൂന്നാമത്തത് അവിടെ ചെന്ന് നമ്മളവിടെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതിൻ്റെ വെല്ലുവിളി. പല വെല്ലുവിളികളും ഉണ്ടായിരുന്നു. കൽക്കട്ടയിൽ പോകണം എന്നെ നിർബന്ധിച്ചത് ദിലീപാണ്. എഴുത്തുകാരി എന്ന നിലയിൽ ഇങ്ങനെ വീട്ടിനകത്തുനിന്ന് തന്നെ ഒരു അംഗീകാരം കിട്ടിയ നിമിഷമാണ്. ആ ഒരു നിമിഷമാണ് ഞാൻ ശരിക്കും ഒരു എഴുത്തുകാരിയായത്. ആ എഴുത്തുകാരി ഇൻവെർട്ടഡ് കോമാസ്. അപ്പോൾ അതൊരു വലിയ സംഗതി. ഞാൻ എഴുതാൻ വേണ്ടി, ഞാൻ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സ്ത്രീക്ക്, എത്ര മലയാളി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും മധ്യവർഗ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എത്ര പേർക്ക് അതിനുള്ള സാധ്യതയുണ്ട്, എത്ര പേർക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, എത്ര പേരുടെ ജീവിത പങ്കാളികൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടി ഒരുപക്ഷെ അവർക്ക് എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വിടുമായിരിക്കും. പക്ഷെ നീ ഒരു കഥ എഴുതിയിട്ട് വാ, ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. നീ ഒറ്റയ്ക്ക് പോയി എഴുതിയിട്ട് വാ, കഥ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് പണം തരാൻ ആളുണ്ടാവില്ല. കടം ചോദിക്കുമ്പോൾ പിന്നെ കഥ എഴുതാനും പണം എന്ന് ചോദിക്കുന്ന ആളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് വലിയ